അപ്പോൾ മക്കളെ ജിസാൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളം ജില്ലയിലേക്കാണ്. എറണാകുളം ജില്ലയിൽ വൺ ഡേ ട്രിപ്പ് എങ്ങനെ അടിക്കാം, എത്ര എക്സ്പെൻസ് വരും, ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് പരപ്പനങ്ങാടിയിലാണ്. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്ന് അനു ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറാൻ പോകുന്നത് അല്ലേ? ഞാൻ എറണാകുളം പോയിക്കണോ? അപ്പോൾ എറണാകുളം എയർപോർട്ടിൽ വെറുതെ പോയി വന്നിട്ടുള്ളൂ. എറണാകുളം കറങ്ങിയിട്ടൊന്നുമില്ല. അപ്പം ഇന്ന് ഞങ്ങൾ ഫുള്ളായിട്ടൊന്ന് മാക്സിമം എത്ര കറങ്ങാൻ പറ്റുമോ നോക്കാം ഒരു ദിവസം കൊണ്ട്. അത്രയും ഇന്ന് ഫുള്ള് കറങ്ങണതാണ്. നിങ്ങൾ ഏഴരൻ്റെ അല്ല 7 മണിൻ്റെ ട്രെയിനാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. 7 മണിക്ക് 5 മിനിറ്റ് ഉള്ളൂ, പക്ഷേ ട്രെയിൻ വന്നിട്ടില്ല. ഞാൻ എറണാകുളത്ത് കുറേ ആയി പോയിട്ട്, 10ാം ക്ലാസ്സിൽ നിന്ന് പോയതാണ്. ഒരു വട്ടം 2 വട്ടത്തിന് എറണാകുളത്തേക്ക് പോയത്. അതിൻ്റെ ശേഷം ഇപ്പോൾ അത് ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ വ്ളോഗ് കൊടുക്കുക, 2 ഉദ്ദേശത്തോടും കൂടിയാണ്ടാണ് ഇപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് പോണത്. എറണാകുളം മെട്രോ, വാട്ടർ മെട്രോ, അതേപോലെ മറൈൻ ഡ്രൈവ്, ലുലു മാള്, ഇതെല്ലാം കൂടി അനുവിനെ കാണിക്കാനും അതിൻ്റെ കൂടെ നിങ്ങളെ കാണിക്കാനും കൂടിയാണ് ഈ യാത്ര. നമുക്ക് ബുക്കിംഗ് കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ ലോക്കലിലാണ് പോണത്. എങ്ങനെ സീറ്റ് കിട്ടുമോ ഇല്ലയെന്ന് അറിയാം. 90 കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ എന്താ പെട്ടെന്ന്. അങ്ങനെ മക്കളെ എത്തി. ആകെ ക്ഷീണിച്ച് ആദ്യം പോയിക്കാണ് ഫസ്റ്റ് ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് ഇനി ബാക്കി എന്ത് പരിപാടിയോ ഫുള്ള് വിസിറ്റ് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. എത്ര നേരമായില്ലേ നോക്കാം. മക്കളെ നമ്മളിതൊരു ബോട്ട്, കപ്പലാണോ ഷിപ്പാണോ എന്ത് സാധനമെന്നാണോ ഞാൻ അവിടെ എത്തി. വാ കേറണ്ട. ഇനി നമ്മൾ ഫസ്റ്റ് കയറാൻ പോണേല വാട്ടർ മെട്രോ ഇതൊക്കെ ഓരോ ഷിപ്പാട്ടോ. രസമുണ്ട് കാണാൻ. നമ്മൾ കുറച്ച് ഏതായാലും അവിടെ നടന്നു പോകും. ഹൈക്കോട് ജംഗ്ഷൻ വാട്ടർ മെട്രോ അങ്ങോട്ടോ കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകും. അതിന് മുന്നായിട്ട് നമ്മൾ ഏതായാലും ഇവിടെ വന്നാലേ ഇനി തിരിച്ച് ഇനിയിപ്പോൾ ഈ റൂട്ട് അല്ലെങ്കിലോ വരുന്നത്. ചിലപ്പോൾ ഇങ്ങനെ വരലുണ്ടാവില്ല. തിരിച്ച് വേറെ സ്ഥലത്ത് ഇറങ്ങിയാണ്ട് കൊച്ചി അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ്. ഇതൊക്കെ ഓരോ സർവീസ് നടത്തുന്ന ബോട്ടുകളാട്ടോ. നമുക്ക് കടലിൻ്റെ നടുവൊക്കെ കൊണ്ടുപോയിക്കാണ്ട് പോലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാണ്ട് കൊടുക്കുന്ന ഒരു സർവീസാണ് ഈ സാധനം. ഇവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോഴേ നമ്മുടെ അടുത്തേക്ക് ഓരോരുത്തർ അപ്രോച്ച് ചെയ്യാൻ വരുന്നുണ്ട്. ബോട്ടിൽ കയറണോ, അത് വേണം കടലിന് നടുക്ക്. ആ ഇരിക്കണതൊക്കെ അങ്ങോട്ട് പോകാനുള്ള ആൾക്കാരാട്ടോ. APJ അബ്ദുൽ കലാം സെൻറ്ററാണ് ബോർഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബോട്ട് എടുക്കുക കേട്ടോ. ഈ ബോട്ട് ഇത് ഇവിടെ നിന്ന് എടുക്കാൻ നിൽക്കുകയാണ്. ഇതൊക്കെ അവിടെ കണ്ടോ, കൊച്ചിൻ ഷിപ്പ് യാർഡാണ് ആ കാണുന്നത്. കപ്പലൊക്കെ അതവിടെ വലിയ കപ്പലൊക്കെ വന്നേക്കണം അവിടെ. എന്താ പറഞ്ഞോ? ഫുഡ് അയച്ചിട്ടില്ല കേട്ടോ. ഞങ്ങള് ഫുഡ് അയച്ചിട്ടില്ല. ഫുഡിങ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ ആദ്യം ഫുഡ് കഴിക്കണം. റെസ്റ്റോറൻറ്റ് ഷോപ്പുകളുണ്ടാവാൻ അറിയില്ല. ഫുഡ് കഴിക്കണം. അതാണ് നമ്മളെ എറണാകുളം സിറ്റിയിലെ നമ്മളെ മറൈൻ ഡ്രൈവ്. ഇവിടെ വന്നിരിക്കുക എല്ലാവരും ഇവിടെ വന്നിരിക്കട്ടെ. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഇവിടെ വന്നിരിക്കും. ഇവിടെ എല്ലാ കപ്പിൾസ് എല്ലാത്തിൻ്റെ ഏരിയ ഇതന്നെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഹൗസ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇത് ഹൗസ് ബോട്ട്. ഉള്ളിൽ എന്തെങ്കിലും റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടോ വെച്ചിട്ട് ഇങ്ങനെ വന്നാണ്. ഇവിടുന്ന് ഇതാ കൊച്ചിൻ ഷിപ്പ് യാർഡ്. ഇതെങ്ങനെ കാണണമെങ്കിൽ ഇതാ ഇവിടെ കാണാറില്ല. വല്ലാർപ്പാടം ഈ കാണുന്നതും കപ്പലാണ്. ഓ എന്താ വലിപ്പം, വലിയ കപ്പലോട്ടോ. ഈ ബോട്ടിലൊക്കെ പോയാലോ, ഈ ബോട്ടിലൊക്കെ പോയാൽ നമുക്ക് ഇതുണ്ടല്ലോ, എന്താണ് ഡോൾഫിനൊക്കെ ചാടുന്ന കാണാം. അതൊക്കെ ഫുഡൊക്കെ കൊടുക്കണം. അങ്ങനത്തെ ഒരു ബോട്ടാണ് അത്. ഏത് ഇത് കുറച്ചാണ് പോയ കടലല്ലേ. ഈ കായലിലൊക്കെ ഡോൾഫിൻ വരുമോ? ഇത് കടലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കായലല്ലേ. ഇവിടെ എന്തോ ഒരു എക്സ്പോ എന്തോ നടക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ. അപ്പൊ ഇപ്പൊ ഇതികൂടെ ഞാൻ നടന്നു പോകുമ്പോ എന്തുണ്ടായത്? 2 ചെക്കന്മാർ നമ്മളെ തിരിച്ചറിഞ്ഞു. 2 ചെക്കന്മാർ നമ്മളെ തിരിച്ചറിഞ്ഞു. ചെക്കന്മാർക്ക് ഇനി മാറിയതാണോ, ഇനി എനിക്ക് മാറിയതാണോ, എന്തോ സംഭവം എന്നറിയില്ല. ഓരോന്ന് കാണ്ട് നിങ്ങള് യൂട്യൂബ് ചാനലിലുള്ള ആളല്ലേ, നിങ്ങളെ വീഡിയോ ഉടനെ ഞാൻ ഒന്ന് കണ്ടിക്കണേ, നിങ്ങളെ അക്കൗണ്ട് ഒന്ന് നോക്കട്ടെ അറിഞ്ഞാണ്ട് നമ്മൾ അക്കൗണ്ടൊക്കെ തുറന്നു പോലും അപ്പൊ തന്നെ ഫോളോ ചെയ്ത് ചെയ്തിട്ടു. 2 ചെക്കന്മാര്
ഓല് വീഡിയോ എടുക്കാൻ മറ്റേ സ്റ്റാൻഡ് ഇതൊക്കെ ആയിട്ടൊക്കെ വന്നതാണ്, ഗിംബലായിട്ടൊക്കെ. ഓല് യൂട്യൂബ് ഇല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു എന്നോട്. ഒന്ന് ആയിക്കോട്ടെ പറഞ്ഞ്. ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ വരുമ്പോ. ഒരിക്കും ആള് മാറാനാണ് ചാൻസ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആള് മാറാനാണ് ചാൻസ്, ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ പറഞ്ഞു. അങ്ങനെ നമ്മള് ഹൈക്കോർട്ട് ബോഡി ജംഗ്ഷനിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മള് വാട്ടർ മെട്രോ ഇല്ലേ, അതിലേക്ക് കയറാൻ പോകാൻ നിൽക്കുകയാണ്. അതിന്റെ ഒരു ടെർമിനലാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഇതൊക്കെ കേട്ടോ വാട്ടർ മെട്രോ, ഇതൊക്കെയാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം. ഇതാണ് വാട്ടർ മെട്രോ. നമ്മളെ ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഒരു വാട്ടർ മെട്രോ കേരളത്തിലാട്ടോ. കേരളത്തിലാണ് ആദ്യമായിട്ട് വാട്ടർ മെട്രോ വരുന്നത്. അതിന് നമ്മളെ സർക്കാരിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടെങ്കിലും ഒരുപാട് വികസനങ്ങൾ ഗവൺമെന്റ് വന്നതിന് ശേഷം നടന്നിരുന്നു. ഇതാണ് ഹൈക്കോർട്ട് വാട്ടർ മെട്രോ ജംഗ്ഷൻ. നല്ല വെയിലാട്ടോ. ഇനി ഇവിടുന്ന് കയറട്ടെ. പറഞ്ഞു. അങ്ങനെ നമ്മളിഞ്ഞി ഇവിടെ ലൈൻ നിൽക്കണം. ലൈൻ നിന്ന് കണ്ടാണ് ഇനി പോവാ. ലൈൻ നോക്കണ്ട കേട്ടോ, ഒരുപാട് വാട്ടർ മെട്രോകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കുറെ നേരം കാത്തു നിൽക്കണോ, ഇത്ര ആൾക്കാർക്ക് പോകാനുള്ള ഇതുണ്ടാവോ, സീറ്റ് ഉണ്ടാവോ എന്നൊരു ടെൻഷൻ വേണ്ട ആവശ്യമില്ല. ടെൻഷൻ ഒന്നും വേണ്ട, അതിന് എല്ലാവർക്കും പോകാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. മക്കളെ നമ്മള് വാട്ടർ മെട്രോയിൽ കയറാൻ പോകുന്നുണ്ട്. ഇതാണ് കേട്ടോ, കൊറേ കാലം വന്നിട്ടെങ്കിൽ ഇപ്പോഴാണ് ഇവിടെ ഒന്ന് വരാൻ പറ്റിയത്. ഇതാണ് ഇതിന്റെ പൈലറ്റുമാര് ആൾക്കാരൊക്കെ. അങ്ങനെ മെട്രോന്റെ ഉള്ളിൽ കയറിട്ടോ. മെട്രോന്റെ ഉള്ളിൽ കയറിയ ശേഷം വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഓപ്പോസിറ്റ് ഒരു മെട്രോ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഫോർട്ട് കൊച്ചിക്ക് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ആള് ഫുള്ളായി കയറട്ടോ മെട്രോയിൽ. അങ്ങനെ മെട്രോ മെല്ലെ നീങ്ങിട്ടോ മുന്നോട്ട്. ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കാൻ പ്രത്യേക ഒരു ഭംഗിയാട്ടോ, കായലിന്റെ ഭംഗി അതിന്റെ ഉള്ളിൽ നിന്ന് ആസ്വദിക്കാൻ പ്രത്യേകതരായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഓപ്പോസിറ്റ് ഒരു വാട്ടർ മെട്രോ വരുന്ന വീഡിയോ ആണ് ഇപ്പൊ നിങ്ങളിപ്പോ ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല നീളമുണ്ട്. ഞാൻ പെട്ടെന്ന് കണ്ട പോലെ അല്ല, ഇങ്ങനെ നോക്കുമ്പോൾ നല്ല നീളമുള്ള പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ വാട്ടർ മെട്രോന്ന് ഇറങ്ങുകയാണ്. വാട്ടർ മെട്രോന്ന് ഇറങ്ങിയാണ് വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ഫോർട്ട് കൊച്ചിക്ക് വെറും 20-25 മിനിറ്റ് കൊണ്ട് എത്തും. എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ നല്ല ചീനവലൊക്കെ കണ്ട്. പിന്നെ ടെർമിനൽ അത്യാവശ്യം നല്ല ടെർമിനലായിരുന്നു കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളെ കൊച്ചി മെട്രോന്റെ അതേ സെയിം ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് കൊച്ചി മെട്രോയിൽ കയറുന്ന പോലുള്ളൊരു ഫീൽ തന്നെ ഇവിടെയും തോന്നും. അങ്ങനെ മക്കൾ നമ്മള് ഫോർട്ട് കൊച്ചി കൂടെ ഇങ്ങനെ നടക്കാൻ പോവുകയാണ്. ഞാൻ പണ്ട് എത്രാം ക്ലാസ് എന്നാണ്, 6ാം ക്ലാസ് എന്നിട്ടാണ് ഞാൻ ഫോർട്ട് കൊച്ചിക്ക് വന്നിട്ടുള്ളത്. അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഫോർട്ട് കൊച്ചിക്ക് വരുന്നത്. ഇവിടെ മീൻ പിടിക്കണത് തന്നെ കേട്ടോ. നമുക്കാണ് പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം. മീൻ പിടിക്കണത് കാണാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അറിയാന്. അവിടെ ഒരു മീൻ പിടിക്കണത് പൊക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിലൊക്കെ ഫുള്ള് കൊക്കകളാണ്. അപ്പൊ മീൻ വരുമ്പോ തന്നെ കൊക്കകൾ മീൻ എടുത്ത് പോകൂലേ. ഈ റോട്ടിലൂടെ ഇങ്ങനെ പോയിക്കാണെങ്കിൽ ബിഗ് ബി സിനിമ ഷൂട്ട് ചെയ്ത വീട് കാണാറുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പോയി നോക്കാം ഞാനും. പിന്നെ അതിന്റെ അപ്പുറത്ത് പഴയ ഒരു ചർച്ച ഉണ്ട്, അതൊന്നും പോയിക്കാണ്ട് കാണണം. റെസ്റ്റോറന്റ് ഒന്നും കാണാനില്ല. ബാറുകളാണെങ്കിൽ ഇഷ്ടം പോലെ ബാറുണ്ട്. ആർക്കും തിന്നാനൊന്നും വേണ്ട തോന്നുന്നു, ഫുള്ള് ബാറാണ്. ഇതെന്താണ് അറിയോ? ചർച്ചല്ല, നമ്മളെ ബിലാലിക്ക വിളഞ്ഞാടിയ നമ്മളെ ബിഗ് ബി സിനിമയിലെ ആ വീടാട്ടോ ഈ കാണുന്നത്. ഇതിൽ കൂടെ മമ്മൂട്ടി ഇങ്ങനെ ഇറങ്ങി വരും. ഓ ബിഗ് ബി, ഓ ബിഗ് ബി എറിഞ്ഞുകൊണ്ട് ആ ഡോറ് തുറന്നു കണ്ടാണ് ഓല് മേരി ടീച്ചർ നോക്കല്. ഇതാണല്ല ഈ ജനാലെന്തോ തുറന്നു കണ്ട്.
ആ സിനിമയിൽ ആ സ്ഥലത്തടപ്പം പക്ഷെ പെട്ടെന്ന് ഇവിടെ വന്നിക്കാൻ നമ്മളെ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായില്ല. ഏതോ ഇവിടെ ആരോടെ ചോദിക്കാൻ നിൽക്കില്ല. അപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. പെയിന്റിങ് ചെയ്തോണ്ടേ ആ പഴയ ഒരു ഇത് കിട്ടണില്ല. അപ്പൊ മക്കളെ നമ്മള് ഇവിടുന്ന് ഈ വാസ്കോ എന്നാണ് നമ്മളെ മമ്മൂട്ടിന്റെ ബിഗ് ബി സിനിമ ഷൂട്ട് ചെയ്ത ആ വീടിന്റെ പേര് കേട്ടോ. അതിപ്പോ ഹോം സ്റ്റേ ആയിക്കാണ്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ അവിടെ താമസിക്കണ ഇപ്പൊ പൈസ കൊടുത്താൽ നമുക്ക് അവിടെ താമസിക്കാവുന്നതാണ്. അനുവിന്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അനുവിന്റെ ഫോട്ടോ ഒക്കെ എടുത്തതാ ഞങ്ങൾ ഇതാ പോവാൻ നിൽക്കണേ. അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടുന്ന് ഇതാ പോവാൻ നിൽക്കുകയാണ്. ഇനി ഇവിടുന്ന് ഫെറി വഴിയാണ് നമ്മള് ഈ തിരിച്ച് പോണത്. ഇങ്ങനെ വേറെ പ്ലാൻ എന്താ നോക്കിയിട്ടില്ല. ഓ അപ്പൊ ഈ നമ്മള് ഒരു ചർച്ച് തപ്പി ഇറങ്ങി കഴിഞ്ഞു. അപ്പൊ ആ ചർച്ചിന്റെ അവിടെ ആയിട്ട് നമ്മൾ ഇത് എത്തിക്കണേ. ഇതാണ് ചർച്ച്. നമ്മൾ അതിന്റെ ഉള്ളിൽ കേറും കേട്ടോ. ആ കേറാ കേറണതിന് കുഴപ്പമൊന്നുമില്ല. അനു നോക്കൂ, അനു കണ്ണാടോടാ അനു ഇത് കണ്ണാടൊക്കെ സായിപ്പ് ലുക്കോ. ഈ എന്തോ ഒരു പോർച്ചുഗീസുകാർ നിർമ്മിച്ച പുരാതനമായിട്ടുള്ള പള്ളിയാണിത്. ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു പള്ളിയാണ്. എൻ്റെ ഹിസ്റ്ററി ഒക്കെ ഇത് അവിടെ എഴുതിക്കണം. എന്താ നമുക്ക് നോക്കാം. മലയാളത്തിൽ എഴുതിക്കണ്, അതേപോലെ ഇംഗ്ലീഷിൽ എഴുതിക്കണം. അപ്പോ ഇതാണ് വാസ്കോഡ് ഗാമനെ ഇവിടെ അടക്കം ചെയ്തിട്ടില്ല. ഇവിടെ ക്യാമറ അലോഡ് അല്ല, അതുകൊണ്ട് തന്നെ മെല്ലെ പറയണം. വാസ്കോഡ് ഗാമന്റെ ഒരു ഫോട്ടോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എഴുതി കാര്യങ്ങളൊക്കെ വെച്ചാണ്, ഇവിടെ കൊത്തി വെച്ചാണ് എന്തൊക്കെയാ കാര്യങ്ങൾ. അങ്ങനെ ഫോർട്ട് കൊച്ചൊക്കെ കറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ റോറോയിൽ ഞങ്ങൾ വൈപ്പിനിക്ക് പോവുകയാണ്. അപ്പോൾ ജങ്കാറിന് ആദ്യം വണ്ടികളൊക്കെ ഇറക്കി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ യാത്രക്കാർ കയറിയത്. പിന്നാലെ വണ്ടികൾ നമുക്ക് തിരിച്ചു പോകാനുള്ള വണ്ടികളും കയറി. ഇതിൻ്റെ സൈഡിലായിട്ട് യാത്രക്കാർ ഇരിക്കാനുള്ള കുറച്ച് സീറ്റുകളുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയില്ല. ഞങ്ങൾ നിന്നുകൊണ്ടാണ് പോയത്. വേഗം എത്തി കേട്ടോ. വൈപ്പിനിക്കാണ് ഞങ്ങൾ പോണത്. അവിടുന്ന് പിന്നെ ബസ്സിൽ ഞങ്ങൾ നേരെ ലുലു മാൾക്കാണ് പോണത്. ലുലു മാളിൽ പിന്നെ മെട്രോ എടുത്തുകാണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ലുലു മാളിൽ മെട്രോയിൽ കയറാൻ ലുലു മാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമായിരുന്നു. അതിൻ്റെ മേലത്തെ ഫ്ലോറിൽ നിന്ന് നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് കണക്ഷൻ ഉണ്ട്. അവിടുന്ന് പിന്നെ മെട്രോ വന്ന് മെട്രോയിൽ കയറി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഞങ്ങൾ എറണാകുളം ജംഗ്ഷൻ എന്നാണ് ട്രെയിൻ കയറുന്നത്. ഇപ്പൊ മക്കളെ എറണാകുളത്ത് പോയ എക്സ്പെൻസ് ആണ് നിങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ഇത് എത്ര ഉപ്പ് ചെലവായി നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ഇത് ഒരു ഫാമിലീസിന് കുറഞ്ഞ ബഡ്ജറ്റ് യാത്ര ചെയ്യുന്നവർക്കൊക്കെ എറണാകുളം കറങ്ങി വരാൻ ഭയങ്കര യൂസ്ഫുൾ ആവുക ചെയ്യാനാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇതിൽ ഒരിക്കലും ഫുഡ് നമ്മൾ ഇൻക്ലൂഡ് ആക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫുഡ് കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ മറക്കാതെ വെക്കാൻ വേണ്ടി ഇന്നലെ പോയതല്ലേ, ഇന്ന് രാവിലെ എത്തിയത്. അപ്പൊ ഇത് വീട്ടിൽ നിന്ന് ആൾക്കാർ വീട് എടുക്കുന്നത് പറഞ്ഞു തരുന്നു. ഇപ്പൊ ഫോണിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ എത്തിക്കണം പറഞ്ഞുതരാവുന്നത്. നമ്മളൊരു ദിവസം നമ്മൾ കവർ ചെയ്യാൻ കഴിഞ്ഞ സ്ഥലങ്ങളും അവർക്കുള്ള യാത്രാ ചെലവും കൂടിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് പോകുന്നത്. പരപ്പനങ്ങാടിയിൽ നിന്നാണ് നമ്മൾ ട്രെയിനിൽ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് പോക്കായതെന്ന് സ്ലീപ്പറൊന്നും കിട്ടിയില്ല. നമ്മൾ നേരെ ലോക്കലിലാണ് കയറുന്നത്. 70 രൂപയാണ് ലോക്കൽ ടിക്കറ്റ് വരുന്നത്. അവിടെ പിന്നെ നേരെ പോയി എറണാകുളം ജംഗ്ഷനിലാണ് നമ്മൾ ട്രെയിൻ ഇറങ്ങുന്നത്. ആ എറണാകുളം ജംഗ്ഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് മുന്നിൽ ഓട്ടോ അടിക്കുന്നത് മറൈൻഡ്രൈവിലേക്കാണ് പോകുന്നത്. ഓട്ടോക്കുള്ള ചാർജ് വരുന്നതെന്ന് പറഞ്ഞാൽ 70 രൂപയാണ്. അതിന് നിങ്ങൾക്ക് പൈസ അതിന് കുറക്കാൻ പറ്റുന്ന ഒരു കേസ് ഉണ്ട്. അതെന്താ വെച്ചാൽ എറണാകുളം ജംഗ്ഷനിൽ മറൈൻഡ്രൈവ് ഐക്യം ജംഗ്ഷനിൽ ബസ് കിട്ടും. ആ ബസ്സിൽ പോയിക്കാണെങ്കിൽ നിങ്ങൾക്ക് വെറും 10 രൂപ ആവുള്ളൂ കിട്ടാറുണ്ടാകും. ഞങ്ങൾ പിന്നെ ബസ്സിൽ പോയിട്ടില്ല, ഞങ്ങൾ ഓട്ടോ ആണ് അവിടെ നിന്ന് എടുത്തത്. അതുകൊണ്ടാണ് 70 രൂപ. പിന്നെ ഹൈക്കോടതി ജംഗ്ഷനിൽ അവിടെ മറൈൻ ഡ്രൈവിൽ തന്നെ ഇറങ്ങി. മറൈൻ ഡ്രൈവ് നിങ്ങൾക്ക് ആസ്വദിച്ച് ആ പാർക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ മറൈൻ ഡ്രൈവിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഹൈക്കോടതി ജംഗ്ഷൻ വരുന്നത്. ബാത്റൂമിൽ അങ്ങനെ നമ്മളെ പുതുതായിട്ട് വന്ന നമ്മളെ കേരളത്തിന്റെ അഭിമാനമായി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ബാത്റൂമൊക്കെ വരുന്നത്. അത് നമ്മളെ കേരളത്തിലാണ്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ടായി കയറില്ലായി. അപ്പൊ അങ്ങനെ കയറി അവിടെ ഞങ്ങൾ നേരെ പോയി ഫോട്ടോ കൊച്ചിയിലാണ്. ഈ ഫോർട്ട് കൊച്ചി ഹൈക്കോ ജംഗ്ഷനിൽ ഫോർട്ട് കൊച്ചിയിലുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 50 രൂപ ഫോട്ടോഗ്രാഫർക്ക്. ആ 50 രൂപയ്ക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിക്കാണ്. നമ്മളെ തുറമുഖമൊക്കെ കണ്ടുകാണ്ട് കൊച്ചി തുറമുഖം കണ്ടുകാണ്ട് കപ്പലും ഇതൊക്കെ പല കാഴ്ചകളും കണ്ടുകാണ്ട് രസകരമായിട്ടുള്ള യാത്രകളാണ്. അത് നിങ്ങൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയാണ്. അവിടെ നമ്മൾ ഫോർട്ട് കൊച്ചി എത്തി. ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ ഒന്ന് കറങ്ങിക്കാണ്ട് അവിടെ നിന്ന് തിരിച്ച് നമ്മൾ നേരെ
അവിടെ തിരിച്ച് നമ്മൾ നേരെ പോകുന്നത് ഓറോയിലാണ്. ഓറോയിൽ തിരിച്ച് നമ്മൾ നേരെ പോകുന്നത് വൈറ്റില്ല. ഓറോ എന്ന് പറഞ്ഞാൽ വണ്ടികളൊക്കെ കയറ്റിക്കൊണ്ട് ജങ്കാറില്ല, അതിനാണ് നമ്മൾ ഓരോ പറയുന്നത്. അപ്പൊ ആ ഓരോയ്ക്ക് നമ്മൾ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ വെറും 3 രൂപ. 3 രൂപ. ആ 3 രൂപ അവിടുന്ന് പിന്നെ വൈപ്പിലാണ് ഓരോ പോകുന്നത്. വൈപ്പിന്ന് പിന്നെ നമ്മൾ എന്താക്കുന്നത്, പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിൽ നമ്മൾ പോകുന്നത് പറഞ്ഞാൽ ലുലുമാളിലാണ്. ഈ ലുലുമാൾ പോകുന്ന ഇടയിലാണ് നമുക്ക് കൊച്ചി മെട്രോ കൂടി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലുലുമാളിക്ക് നമ്മൾ ഈ ഓരോന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മളെ ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്കുള്ള ബസ് കിട്ടും. ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്കുള്ള ബസ്സിൽ നമുക്ക് വെറും ഒരാൾക്ക് വരുന്നത് 13 രൂപയാണ്. ആ 13 രൂപ അവിടെ തന്നെ നിങ്ങൾക്ക് മെട്രോ എടുത്തുകാണ്ട് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് മെട്രോ എടുത്തുകാണ്ട് നിങ്ങൾക്ക് ലുലുമാൾക്ക് പോകണമെങ്കിൽ പോവാം. പക്ഷെ ഞങ്ങൾ അപ്പം മെട്രോ എടുക്കാതെ അവിടെ അടുത്ത ബസ് കയറിക്കാണ്ട് ലുലുമാൾക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പൊ ലുലുമാൾക്കുള്ള ബസ്സിനുള്ള ഒരു ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെറും 15 രൂപ ഒരാൾക്കായിട്ടുള്ളൂ. പിന്നെ മെട്രോ എറണാകുളം തോന്നുന്നു. പിന്നെ ലുലുമാളൊക്കെ കറങ്ങി അടിച്ച് ലുലുമാൾ ഉള്ളുകൂട്ടന്റെ ഏറ്റവും മേലത്തെ ഫ്ലോറിന് നമുക്ക് മെട്രോയ്ക്ക് ഒരു കണക്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതിന് നമ്മുടെ കയറി നമ്മൾ താഴോട്ടൊന്നും ഇറങ്ങണം. അതിന് ഉള്ളിലൂടെ തന്നെ നമുക്ക് ലുലുമാള് മെട്രോ സ്റ്റേഷനിലേക്ക് കയറാവുന്നതാണ്. അങ്ങനെ അവിടുന്ന് മെട്രോയിൽ കയറിയാണ്ട് നമ്മൾ തിരിച്ച് രാത്രിയിലെ ട്രെയിനാണ് പോകുന്നത്. ആ മെട്രോ സ്റ്റേഷനിൽ നമ്മൾ എറണാകുളം ടൗണിൽ ആ മെട്രോയിൽ ഒരു 20 രൂപ ടിക്കറ്റാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മളെ പുതിയതായിട്ട് വന്ന മെട്രോയും കൂടി നമ്മളെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ നേരെ എറണാകുളം ടൗൺ സ്റ്റേഷനിൽ എത്തി. ടൗൺ സ്റ്റേഷനിൽ വെറും നമ്മൾ ലോക്കൽ ടിക്കറ്റ് എടുത്തത് നമ്മൾ തിരുവനന്തപുരം ടിക്കറ്റ് കിട്ടുന്നത്. അതും ജനറൽ കമ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് നമുക്ക് വെറും 60 രൂപയാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ടോട്ടൽ കോസ്റ്റ് എത്രയെന്ന് വെച്ചാല് ഞങ്ങൾക്ക് വന്ന 311 രൂപയാണ്. അതിന് തന്നെ ഈ എറണാകുളം നമ്മൾ വന്ന പറഞ്ഞ ഓട്ടോറിക്ഷക്ക് പോയി അറിയില്ല മറൈൻ ഡ്രൈവിൽ. അതിന് പകരം ബസ്സിൽ പോയിക്കാൻ 60 രൂപ പിന്നെ മൈനസ് ആകും. അപ്പോൾ വെറും ഒരാൾക്ക് വരെ 251 രൂപയാണ്. ഇത് ഫുഡിന് കൂടാതെ കേട്ടോ. അപ്പൊ 251 രൂപ എറണാകുളം പോലെ സ്ഥലത്ത് കറങ്ങി തിരിച്ച് നമുക്ക് വരാം. ഇതിലുള്ള എല്ലാ സംഭവവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ലുലുമാള് പോകുന്നുണ്ട്, മെട്രോയിൽ കയറുന്നുണ്ട്, വാട്ടർ മെട്രോയിൽ കയറുന്നുണ്ട്, ഫോർട്ട് കൊച്ചി പോകുന്നുണ്ട്, മറൈൻ ഡ്രൈവ് പോകുന്നുണ്ട്. ഈ 5 കാര്യങ്ങൾ എറണാകുളത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ട്രിപ്പിന്റെ ഒരു ഡീറ്റെയില്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ഇത് വളരെ ഒരു യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ കൂടുതൽ യാത്രകൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. കാരണം ഇങ്ങനെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ കുറഞ്ഞ ബഡ്ജറ്റിൽ എങ്ങനെ യാത്ര ചെയ്യാമെന്നുള്ള വീഡിയോസ് വീണ്ടും കാണുന്നവരും ബൈബിൾ. അപ്പൊ എല്ലാ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്താം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും യാത്ര ചെയ്യും. ഇതിലും നന്നായിട്ട് അടുത്ത വീഡിയോ ബെറ്റർ ആക്കി ചെയ്യാൻ കൂടി ഉറപ്പായി ശ്രമിക്കുന്നു എന്നാണ് ബൈബിൾ.